അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് താരസ്ഥായി വരിശകൾ അല്ലെങ്കിൽ മേൽസ്ഥായി വരിശകൾ എന്നുള്ളതാണ്. ഇത് വായിക്കുമ്പോൾ ഒന്നി 3+5 എന്നുള്ള പാറ്റേണിൽ ഫിംഗർ ഉപയോഗിക്കണം, അല്ലെ 4+4. അത് നിങ്ങളുടെ സൗകര്യം പോലെ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന 4+4 ആണ്. അപ്പം സാരി ഗ മ പ ദ നി സ സാ സാ ദ നി സ രി സ നി ദ പ സ നി ദ പ മ ഗ രി സ. എന്തുകൊണ്ടാണ് 4/4 ആക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മേൽസ്ഥായി രീതികളുണ്ട്, താരസ്ഥായി രീതി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം ഇത് വായിച്ച്. സാരി ഗ മ പ ദ നി സ സാ സാ ദ നി സ രി സ നി ദ പ സ നി ദ പ മ ഗ രി സ. നമ്മള് അവരോഹണത്തിലേക്ക് വന്നപ്പോൾ 5+3 എന്നുള്ള ഫിംഗർ പാറ്റേൺ ഉപയോഗിച്ചു. അതും 4+4 ആക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ വരിശ നോക്കാം. ഇതിന്റെ രണ്ടാമത്തെ വരിശയുടെ ഒന്നാമത്തെ വരിശ നമ്മൾ വായിച്ച ആദ്യത്തെ ലൈൻ തന്നെ. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. സാരി ഗ മ പ ദ നി സ സാ സാ ദ നി സ രി സ സാ രി സ സാ രി സ നി ദ പ മ പ ദ നി സ രി സ നി ദ പ സ നി ദ പ മ ഗ രി സ. അപ്പോൾ രണ്ടാമത്തെ വരിശ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വരിശ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിശ നോക്കാം. സാരി ഗ മ പ ദ നി സ സാ സാ. എല്ലാ വരിശയിലും രണ്ടാമതാണ് ഒരു പുതിയ സ്വരങ്ങള് കൂടിക്കൂടി വരുന്നത്. ദ നി സ രി ഗ രി സ രി സ രി സ നി ദ പ മ പ ദ നി സ രി സ സാ രി സ സാ രി സ നി ദ പ മ പ ദ നി സ രി സ നി ദ പ സ നി ദ പ മ ഗ രി സ. മൂന്നാമത്തെ വരിശ നമുക്ക് നോക്കാം. സാരി ഗ മ പ ദ നി സ സാ സാ ദ നി സ രി ഗ രി സ രി സ രി സ നി ദ പ മ പ ദ നി സ രി സ സാ രി സ സാ രി സ നി ദ പ മ പ ദ നി സ രി സ നി ദ പ
സാനിദാപ മഗരീസ. അപ്പൊ താരസ്ഥായി വരിശകളിൽ 3 നമ്മൾ പഠിച്ചു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. കീബോർഡ് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കർണാട്ടിക് ശൈലിയായി നമ്മൾ തലയൊന്നും വലുതായിട്ട് പുണ്ണാക്കണ്ട. ധൈര്യപൂർവ്വം വായിക്കുക. നിങ്ങൾ ഈ ഫിംഗറിങ് 3+5 4+4 ഇത്ര ഓർത്താൽ മതി. 4+4 എവിടെ എടുക്കും? മധ്യ സ്ഥായിയിൽ നിന്നും താരസ്ഥായിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ നമ്മൾ 4+4 എന്നുള്ള പാറ്റേൺ ഉപയോഗിക്കുകയാണ് നല്ലത്. 3+5 അത് വായിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ ഇത് പാടിയും കൂടി നിങ്ങൾ പാട്ടുകാരൊന്നും അല്ലെങ്കിലും പതുക്കെ നിങ്ങളിത് പാടി പഠിക്കാൻ നിങ്ങളുടെ ഫിംഗർ അതനുസരിച്ച് മൂവ് ചെയ്ത് തുടങ്ങും. അങ്ങനെ നിങ്ങൾക്കിത് പഠിക്കാം സുഖമായിട്ട്. ഒരു വിഷമമുള്ള കാര്യമല്ല. സംഗീതത്തിനകത്തെ തിയറികൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വരസ്ഥാനങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റുകൾ കൈകാര്യം ചെയ്യാൻ നോക്കും ഈസി ആയിട്ട്. അപ്പൊ ഗിറ്റാറിന്റെ ഒരു ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു, കർണാട്ടിക്കിലെ എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിന്റെ പണിപ്പുരയല്ല, ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇത് വായിച്ച് പഠിക്കണം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ അറിയിക്കണം. അപ്പൊ 3 വരിശ നമ്മൾ പഠിച്ചു. 3 നല്ലപോലെ വായിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ ഞാൻ അജയകുമാർ എല്ലാവരോടും വിട ചോദിക്കുന്നു. താങ്ക് യു. നമസ്കാരം.